അടുത്തതാണ് യൂണിറ്റ് 6 കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കോൺഷ്യസ്നെസ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കാനുള്ള സംഭവങ്ങൾ ഇതിലില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ വരും. അതായത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് 4 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ അബ്സല്യൂട്ട് ത്രഷോൾഡ്, ഡിഫറൻസ് ത്രഷോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിനെ കുറച്ചൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കാര്യമാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക്. കോൺസെൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. നോളജ് വിത്തിൻ വൺ സെൽഫ്, അതായത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു നോളജ് ആണ് എന്ത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ധാരണ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ലൈവ് ആണ്, പ്രസന്റ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ എന്നുള്ളതാണ് കോൺഷ്യസ്നെസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ചും നമുക്കുണ്ടാവുന്ന ഒരു അറിവ് അല്ലെ, നോളജ്, അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി കോൺഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്ലി വാച്ചിങ് TV. ഇപ്പൊ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ്ലി എന്തായിരിക്കും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ TV ഒക്കെ ആയിരിക്കും അല്ലെ? പക്ഷെ അവർ നേച്ചറിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പ്രകൃതിയെ കോൺഷ്യസ്ലി വാച്ച് ചെയ്യേണ്ട സമയത്ത് അവരിങ്ങനെ അവരുടെ മൈൻഡ് എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൊബൈൽ ഫോണിലേക്കും TV-യിലേക്കും ഒക്കെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കഥ പറഞ്ഞു പോകും. അപ്പൊ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു ധാരണ, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു എന്താണ് അവയർനെസ് എന്ന് പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് നോട്ട് ചെയ്ത് എഴുതണം. നമ്മൾ എന്ത് പുതിയ ടേംസ് എഴുതി കഴിഞ്ഞാലും അത് അണ്ടർലൈൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം ആ ഒരു ടേമിനായിരിക്കും ചിലപ്പോൾ ഒരു 1/2 മാർക്ക് 1 മാർക്കൊക്കെ വീഴുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 2 മാർക്കിനൊക്കെ അത് ചിലപ്പോൾ ചോദിക്കും. പക്ഷെ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ കോൺഷ്യസ്നെസ്സിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതിൽ പറയുന്ന അടുത്തൊരു പോയിന്റാണ് ബയോളജിക്കൽ റിതംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബയോളജിക്കൽ റിതംസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവതാളം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു റിതമിനനുസരിച്ചാണ് നമ്മൾ ചലിക്കുന്നത് അല്ലെ, നമ്മൾ പോകുന്നത്. അപ്പൊ ബയോ റിതംസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഒരു ജീവന്റെ ഒരു താളം, ജീവതാളം തന്നെയാണ് ഇതിന് പറയാ. ഒരു സൈക്ലിക് പാറ്റേൺസ് കൂടിയാണ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. നമുക്ക് ഒരുപാട് റെസ്പോൺസസുകളും ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു താളത്തിനനുസരിച്ചാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ താളം, എന്ത് താളം, നമ്മളിപ്പോ ഡാൻസ് കളിക്കാനാണോ പോണത്? അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഉണ്ട്. അതൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ചിരിക്കേണ്ട സമയത്ത് നമ്മൾ ചിരിക്കാണ്ടിരുന്ന് നമ്മളിങ്ങനെ എക്സ്പ്രഷൻ ഇട്ടാണ്, കയ്യും കാലം കൊണ്ട് നമ്മളിങ്ങനെ എക്സ്പ്രഷൻ ഇട്ടാന്ന് വിചാരിക്കാം. അപ്പൊ അതെന്താ സംഭവിക്കുക? അതൊരു ഡിസോർഡർ ആയിട്ട് നമുക്ക് തോന്നും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട സമയത്ത് നമ്മൾ ചിന്തിക്കാണ്ട് നമ്മളിങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോഴൊരു ഡിസോർഡർ ആണ്, ഒരു മാച്ചിങ് ഇല്ലല്ലോ. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു മാച്ചിങ് ഇല്ല. ഇപ്പൊ നമുക്കൊരു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് അനുഭവിക്കുന്ന ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അബ്നോർമാലിറ്റിയിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് വന്നിട്ടുള്ള ഒരാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ അല്ലെ, MDMA ഒക്കെ പോലുള്ള സാധനങ്ങളൊക്കെ അളവിൽ കൂടുതൽ ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും എന്താണ് ഏതെങ്കിലും ഒരു സംഭവം കൂടുതലായിരിക്കും. ഇപ്പൊ ഡോപ്പമിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ കഞ്ചാവ് അതുപോലെ തന്നെ MDMA ഒക്കെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിന്റെ ഒരു എന്താണ് അതേ ഫങ്ഷനിങ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ എന്താണ് ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എന്തിനാണ്? ഈ ഹാപ്പി ഹോർമോൺസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുന്ന, അപ്പൊ നമ്മളെങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് അല്ലെ? ഡോപ്പമിൻ ഇൻക്രീസ് ആകുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്, ആ ഒരു സ്റ്റേറ്റ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അതേ ഫലം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഞ്ചാവ്, MDMA എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ ഹോർമോൺസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക നമ്മളിൽ, അതായത് ഉള്ള അളവിൽ നിന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ? അപ്പൊ ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കഞ്ചാവൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ MDMA ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മളിൽ കൂടും അല്ലെങ്കിൽ കുറയും.
എന്തെങ്കിലും ഒരു മാറ്റം അവിടെ സംഭവിക്കും. അപ്പൊ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ? നമ്മൾ ദിവസം മൊത്തം ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാ? ഈ ഡോപ്പാമിൻ സെറോട്ടോണിൻ ഒക്കെ വളരെയധികം കൂടുതലായിട്ട് നിൽക്കുകയാണ്. ഇനി അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊപ്പം തന്നെ ദേഷ്യം വരും. അതായത് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ സംഭവിക്കും. അതായത് ചിരിക്കുന്ന അതേ വ്യക്തി സ്വിച്ച് ഇട്ട പോലെ അഗ്രസീവ് ബിഹേവിയറിലേക്ക് പോകുന്നുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും എടുത്ത് അടിക്കുന്നുണ്ടാവും, അങ്ങനത്തെ ബിഹേവിയറിലേക്ക് പോകും. ചിലപ്പോൾ എന്താണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. അതായത് ഒരു സന്തോഷം വന്നാലും അവർക്ക് വലിയ മൂടൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ആകാശത്തേക്ക് നോക്കി എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ബയോറിതംസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവതാളമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ, ഇപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നടന്നാലേ അത് സ്മൂത്ത് ആണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഇതൊക്കെ പല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ സന്തോഷം വരുമ്പോൾ ഇങ്ങനെ എന്താണ് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഓർഡർ അല്ല അല്ലെ, അതൊരു അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ബയോറിതംസിന് എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് ബയോളജിക്കൽ റിതംസ്. ഇതൊക്കെ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഓർഡറിൽ തന്നെ അത് നടക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അബ്നോർമാലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി എന്താ പറയുന്നത് നോക്കാം. അപ്പൊ ഈ ബയോളജിക്കൽ റിതംസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി കുറേ ടൈപ്സുകൾ ഉണ്ട് ബയോറിതംസിൽ. ഏതൊക്കെയാണ്? ഡയൂറിനൽ റിതംസ് ഉണ്ട്, സെർക്കാഡിയൻ റിതംസ് ഉണ്ട്, അതുപോലെ അൾട്രാഡിയൻ റിതംസ്, ഇൻഫ്രാഡിയൻ റിതംസ്. ഈ പദങ്ങളുടെ മലയാളം എഴുതണ്ടേ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതി വെക്കണം, ഇംഗ്ലീഷ് എഴുതാൻ പാടില്ല. ഓക്കെ, മലയാളത്തിലുള്ള പദങ്ങൾ കൃത്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ അല്ല. എന്നാലും ഒരു 2 മാർക്ക് 3 മാർക്ക് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഋതായിരിക്കും നിങ്ങളോട് ചോദിക്കുക, അതിൽ എന്താണ് സർക്കാഡിയൻ ഋതം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ഒരു മെയിൻ പോയിന്റ്സിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ്നെസ് അതുപോലെ തന്നെ അതിന്റെ സ്റ്റേറ്റ്സുകൾ, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സും ഉണ്ട്, ഓൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സും ഉണ്ട്. അതായത് 2 ടൈപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ആണുള്ളത്. 2 ടൈപ്സ് ഓഫ് കോൺഷ്യസ്നെസ്, വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അതുപോലെ തന്നെ ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചിലപ്പോൾ അതെന്തായാലും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് ചാപ്റ്റർ, അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വേക്കിംഗ് ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, നമ്മൾ അവെയർ ആണ്, ആ ഒരു സിറ്റുവേഷനോട് നമ്മൾ അവെയർ ആണ്. ബീങ് അവേക്ക് ആൻഡ് അവെയർ ഓഫ് വൺ സറൗണ്ടിങ്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ ചിന്തകളെ കുറിച്ചും നമ്മുടെ ഫീലിങ്സിനെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും നമ്മൾ അവെയർ ആണ് അല്ലെ, വേക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. അതാണ് വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. ഇനി ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ കോൺഷ്യസും അല്ല എന്നാൽ അൺകോൺഷ്യസും അല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്. എന്നാലും അങ്ങനെയും പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഡ്രഗ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും, ഒരു സ്ലീപ്പ്, നമ്മൾ ഭയങ്കരമായിട്ട് ഉറങ്ങാണ്. ഇപ്പൊ ഡ്രഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ടൊരു സാധനം ആയിരിക്കില്ല, പക്ഷെ ഉറങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ, എല്ലാ ആളുകളും ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെ. ജീവിതത്തിൽ ഉറങ്ങാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഗാഢ നിദ്രയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ സമയത്ത് നമ്മൾ ഉറങ്ങുകയാണ്, നമ്മളിങ്ങനെ പിടിച്ച് കുലുക്കുകയാണ്, എണീക്ക് നമ്മൾ. അപ്പൊ നമ്മളിങ്ങനെ എണീറ്റിങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് എന്താ തോന്നുക? നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ അവെയർ ആവോ? നമുക്ക് നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ അവെയർ ആവും, നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആവും. നമ്മളിപ്പോൾ എവിടെ നിൽക്കണം, ഞാൻ എൻ്റെ റൂമിൽ തന്നെ ആണോ എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ആ ഒരു സമയത്ത് തോന്നുന്നത്. അതിനെയാണ് ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ നോർമൽ മെന്റൽ ഫംഗ്ഷനിങ്. അതായത് നോർമൽ മെന്റൽ ഫംഗ്ഷനിങ്ങിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ടാകും അല്ലെ. അതുപോലെ അവയർനെസ്സിൽ നിന്നും പെർസെപ്ഷനിൽ നിന്നും കൊഗ്നിഷനിൽ നിന്നും നമ്മൾ എങ്ങോട്ടോ സഞ്ചരിച്ചിട്ടുണ്ടാകും. അതാണ് ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ സൈക്കോളജിക്കൽ, ഫാർമക്കോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇത് ഉണ്ടാവുന്നത് ചിലപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. എന്താ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം എന്ന് പറയുന്നത്? നമ്മുടെ ചിന്തകളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചുകൊണ്ട് ചിന്തിച്ച് ബുദ്ധി മറിയാന്നൊക്കെ പറയും പണ്ടുള്ള ആളുകൾ അല്ലെ. അതെന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് മാനസികമായിട്ട് ബുദ്ധിയല്ല, നമ്മുടെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബുദ്ധി മറിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ചിന്തിച്ച് ഭ്രാന്തായി പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഫാർമക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ ഡ്രഗ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരവസ്ഥയായിരിക്കാം.
ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തലയ്ക്ക് അടി കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് വന്നു, നമുക്ക് തലയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന് വിചാരിക്കാം, നമ്മളൊരു കോമയിലായി. ഈ കോമ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മെന്റൽ ഫംഗ്ഷനിങ്ങിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയാണ്. എന്താണ്? നമ്മുടെ അവയർനെസ്സിൽ നിന്നും നമ്മുടെ പെർസെപ്ഷനിൽ നിന്നും നമ്മുടെ കൊഗ്നിഷനിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും ഫാർമക്കോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും എന്ത് സംഭവിക്കാം? ഈ ഓൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്ലീപ്പ്, അല്ലെ, ഉറക്കം. രണ്ടാമത്തത് ഡ്രീംസ് കാണും. സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക? അല്ല, നമ്മൾ എവിടെയോ ആയിരിക്കും, അല്ലെ. നമ്മുടെ ഒരു ചിന്തകളോ നമ്മുടെ ഫീലിങ്സോ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചോ നമ്മളൊന്നും അവെയർ അല്ല, നമ്മൾ വേറെ ഏതോ ലോകത്താണ്. അതാണ് നമ്മുടെ ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്, വേറെ ഏതോ ലോകത്താണ്. ആ ഒരു കാര്യം അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയില്ല. ഇടയ്ക്കൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കും ഇത് എത്രത്തോളം ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അതായത് അവരുടെ നോർമൽ ചിന്താഗതിയിൽ നിന്നും അവരുടെ സോൾ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു പറയുന്നത് കേൾക്കാം. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എന്താണ് ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും, അല്ലെ. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ റീൽസ് കാണാം, കുറെ മെന്റലിസ്റ്റുകൾ ഈ ഹിപ്നോട്ടിസം ചെയ്ത് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരാള് അവരുടെ ഒരു നോർമൽ സ്റ്റേറ്റിൽ നിന്ന് മാറുകയാണ്, അവരുടെ നോർമൽ ചിന്താഗതിയിൽ നിന്ന്, നോർമൽ മെന്റൽ സ്റ്റേറ്റിൽ നിന്ന് അവർ മാറുകയാണ്. ഇപ്പൊ മരിച്ചുപോയ അച്ഛനെ കണ്ടു, അല്ലെങ്കിൽ മരിച്ചുപോയ സഹോദരനെ കണ്ടു, അമ്മയെ കണ്ടു എന്നൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് റീൽ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സ്റ്റേറ്റിൽ നിന്ന് അവർ വ്യതിചലിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നത്. അതാണ് ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലാണ് അവരുള്ളത് നമുക്ക് പറയാം. ഒരു പുതിയൊരു ടേം കിട്ടിയില്ലേ. അപ്പൊ ഈ ഒരു റീലൊക്കെ കാണുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ, ഇവരിപ്പോ ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലാണുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു, ഏത് ഡ്രഗ് ഉപയോഗിച്ചാലും നമ്മൾ നോർമൽ നിന്ന് വ്യത്യസ്തമാവും. ഇപ്പൊ മദ്യപിച്ച് വഴിയിലൊക്കെ ഡാൻസ് കളിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഞ്ചാവൊക്കെ വലിച്ചിങ്ങനെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും, അല്ലെ. അപ്പൊ അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അവരെ നമ്മളെ തന്നെ അറിയുന്നുണ്ടാവില്ല, അവരെ തന്നെ അവർക്ക് അറിയുന്നുണ്ടാവില്ല, പിന്നെയാണ് നമ്മള്. അപ്പോൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് ഡ്രഗ്സ് യൂസ് ചെയ്താലും, ഇപ്പൊ സിഗരറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും അതുപോലെ MDMA ആണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും മറ്റേത് സാധനങ്ങളാണ്, എനിക്ക് ഈ 4 അറിയുള്ളൂ കേട്ടോ. കുറെ കാര്യങ്ങൾ അറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട് ഇതില്. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഏത് ഡ്രഗ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമാലിറ്റിയിൽ നിന്ന് വ്യതിചലിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റ്സ് നമുക്കൊരു ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ട് പറയാം.